നിന്നെയൊക്കെ കോളേജിൽ നിന്ന് പുറത്താക്കാത്തതിലാണ് അത്ഭുതം. ആ പ്രിൻസിപ്പളിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ മകനെ ഇന്നത്തോടെ നിന്റെ ചീട്ട് കയറിയനെ. അറിയാ, ആ മീരെ വെറുതെ വിടരുത്. ഒന്നും മിണ്ടാതിരി. അലമ്പാക്കിൽ മുഴുവൻ നീയാ. ഓ, ഏതായാലും ഞാൻ ആ മീരെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ കോളേജിൽ ഗട്ടുള്ള പെമ്പിള്ളേരുണ്ടായല്ലോ. ഇയാൾക്കുള്ള വാചകം ഓടിക്കണ്ട. അവളെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. താൻ എന്റെ പാർട്ടിന് കൊടുക്കും. നിന്റെയൊക്കെ അന്ത്യ കുതാശിക്ക് കർമ്മം ചെയ്യാൻ ഞാനേ കാണൂ. പാതിരി, തന്നെ ഒരു ദിവസം അവളമാര് കാറി കയറ്റി സൂചിപ്പിച്ചു കൊണ്ടുപോയതിന്റെ നന്ദിയായിരിക്കും തനിക്ക്. ആള് കൂടിക്കൂടി വരിക. അതെ, ഉഴപ്പിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇതൊക്കെ കുറച്ചു കൂടുതലാ. ഇനി ഞാൻ ഇവിടെ ഇരുന്നാ ശരിയാവും. നീ ചെല്ല്. അവന്റെ കൂടെ പോകത്തുണ്ട്. കാണണം. ഒരു ശല്യം കൂടെ പോയി. അകത്താണ് പോയിരുന്നു ഞാൻ. പോടാ. അവള് വരുന്നുണ്ട്. ചെല്ലി. അവളുടെ ഷൈനിങ് ഇന്നത്തോടെ നിർത്തിയേക്കാം. എടി കുരുട്ട് വന്നേ, നീ വിറ്റ്നസ്സായി വന്ന് സത്യം പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൽ എന്നെ സസ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചോ? നീയാരോ ജാൻസറാണിയോ? ജയലക്ഷ്മിയെ കോളേജ് വെച്ചല്ലേ നിന്നെ ഈ നടു റോഡിൽ വെച്ച് പരസ്യമായിട്ട് കെസ് ചെയ്യാൻ പോവാ. നീ എന്താ ചെയ്യുന്ന നിൽക്കുന്നത് കാണുമല്ലോ. ഇറങ്ങി വാ ഇങ്ങോട്ട്. റെഡി. വേണ്ട, നീ മിണ്ടായി. നിനക്ക് എന്താ വേണ്ടത്? ഓഹോ, ധൈര്യം ഉണ്ടെങ്കിൽ ദേഹത്ത് തൊട്ടോക്കിന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റും. നീ കാണിക്കുന്നേ അങ്ങോട്ട് മാറാം. എന്താ ഇവിടെ നടക്കുന്നത്? അവളൊന്ന് ചിരിച്ചു കാണിച്ചപ്പോ ഇവനെല്ലാം ഫ്രണ്ട്ഷിപ്പും മറന്നു. മനസ്സ് മറന്നോളാ തെണ്ടി. പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ കൊണ്ടുപോവാനെ. നീ നടക്കണ. ഇപ്പോഴെങ്ങനെയുണ്ട്? ഞാൻ എന്ന് പറഞ്ഞ ശരിയാണെന്ന് രാജുവിന് തോന്നുന്നുണ്ടോ? എന്ത് വഷളത്തരം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ പോലെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായതുകൊണ്ടാ അയാളുടെ ഹീറോ ആയത്. ഹീറോ തേർഡ് റേറ്റ് ഗുണ്ട. അന്ന് ജയലക്ഷ്മിയുടെ ഇഷ്യൂ ഉണ്ടായപ്പോ സപ്പോർട്ട് ചെയ്തവരല്ലേ നിങ്ങളൊക്കെ? അത് തന്നെയാണല്ലോ അയാൾ എന്നോട് ആവർത്തിക്കാൻ ശ്രമിച്ചത്. സോറി മീര, ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ സത്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ കാരണം നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാക്കണ്ട. രാജീവേ, ഒന്ന് വേഗം ഇങ്ങ് വന്നേ. എക്സ്ക്യൂസ് മീ മീര, ഞങ്ങളുടെ ഒരു പേഴ്സണൽ കാര്യം അതുകൊണ്ടാണ്. നിന്നെ എവിടെ നീ എവിടെ പോയി കിടക്കായിരുന്നു ഇത്ര നേരം? നോക്കാത്ത സ്ഥലമില്ല. എന്തിനാണ് എനിക്ക് കയറി? എവിടെ കയറി വണ്ടിയില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. അത് ശരിയാവൂല. ഇനി വാന്ന് എന്താ എല്ലാരും വിളിച്ചു നോക്കിയിരിക്കുന്നത്? ഇതൊക്കെയാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ മേലാൽ നിങ്ങളുടെ കമ്പനി ഞാൻ ഇല്ല. നീ ഇരിക്കടാ. വല്ല കാര്യമുള്ള കാര്യത്തിനാണെങ്കിൽ വേണ്ടൂല്ല. ഇത് നിസ്സാര ഒരു പെണ്ണ് കേസിന്. എവനാണെങ്കിൽ ലോകത്തുള്ള പെമ്പിള്ളേരെ മുഴുവൻ വേണം. വേദപ്രമാണങ്ങൾ 10 കർത്താവ് നിർബന്ധമായി ലംഘിക്കരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ഇവന് താല്പര്യം. നീയൊക്കെ ചത്താലേ
നരകത്തിലെ തീക്കുണ്ടത്തിലെ ചെന്ന് വീഴൂ. കഷ്ടം. കഷ്ടോ? എന്തോന്ന് കഷ്ടം? നീ മോശമൊന്നുമല്ല. അയ്യേ, ഇതൊക്കെയാണോ ഫ്രണ്ട്ഷിപ്പ്? അച്ചു, അടിപൊളി ഉണ്ടായെന്ന് കരുതി ഫ്രണ്ട്ഷിപ്പ് തകരെയൊന്നുമില്ല. ലോ കോളേജിൽ പതിവാ. പിന്നെ ലോ കോളേജിൽ അടിയും തറയിലേ പഠിപ്പിക്കുന്നത്. എനിക്കൊരു പുതിയ അറിവാ. അതേ, ലോഹയിട്ട് പള്ളിയിൽ ഇരിക്കേണ്ടതൊക്കെ ലോ കോളേജ് വരുമ്പോ ഇതൊക്കെ ഒരു പുതിയ അറിവായിരിക്കും. ഇല്ലേ കൂടെ ഇതൊരു വലിയ അന്താരാഷ്ട്ര പ്രശ്നമൊന്നും ആക്കണ്ട. ആമാര് തമ്മിൽ ഒരു പിണക്കമില്ല. ഉണ്ടോടാ? നിനക്കുണ്ടോടാ ചെട്ടിയാരെ? കണ്ടോ മൗനം സമ്മതത്തിന്റെ ലക്ഷണമല്ലേ? ലോ കോളേജിൽ കിടന്ന് കത്തിക്കൂത്തുണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പം രണ്ടും കൂടെ ഒരു ബെഡിൽ കെട്ടിപ്പിടിച്ച് കിടന്നവന്മാരാ. അതുകൊണ്ട് യവന്മാരെ പിണക്കം തീർക്കുന്നത് നമുക്കൊരു കുപ്പി പൊട്ടിച്ച് ആഘോഷിക്കാം. ഇവന്റെ സ്വന്തം ഉമ്മ മരിച്ചാൽ പോലും അപ്പ കുപ്പി കൊട്ടി ആഘോഷിക്കണം. നീ ഒന്നും ഒരു കാലത്തും നന്നാവില്ലെന്ന് നിന്റെയൊക്കെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പോകുന്നു. കുപ്പി വാങ്ങിക്കാൻ കാശ് തരണം വിചാരിച്ച് പേടിച്ചൊന്നും പോണ്ട. കാശൊക്കെ അമരലുണ്ട്. അടുത്ത കൈയോട് എന്തോ അത് ഇവിടെ അടുത്ത ആഴ്ച തന്മനസ്സുള്ളവർക്ക് സമാധാനം.